കാസർകോട്ടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിനെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണം ആത്മഹത്യ തന്നെയാണെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയിരുന്നു. കാസർകോട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുമ്പള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, ഫാർമസി, ICU, NICU, ലബോറട്ടറി, ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, വെന്റിലേറ്റർ, ലേബർ തിയേറ്റർ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ. സോഷ്യൽ മീഡിയയിൽ ചിന്നു പാപ്പു എന്ന പേരിൽ ശ്രദ്ധേയയായ രേഷ്മയെ കാസർഗോഡ് ചൂരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണം ആത്മഹത്യ തന്നെയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. രേഷ്മയുടെ പിതാവും ജീപ്പ് ഡ്രൈവറുമായ ഗംഗാധരനും ഇളയ സഹോദരൻ രഞ്ജിത്തും മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. വിവാഹമോചനത്തിന് പിന്നാലെ രേഷ്മ വലിയ തോതിലുള്ള മാനസിക വിഷമത്തിലായിരുന്നുവെന്നും എന്നാൽ ഇത് പുറത്തു പറയാതെ ഉള്ളിലൊതുക്കുകയായിരുന്നുവെന്നും കുടുംബം പറയുന്നു. പ്രണയിച്ച് വിവാഹിതരായ രേഷ്മയും മുൻ ഭർത്താവും 1 മാസം മുൻപാണ് കുടുംബ കോടതി വഴി ഔദ്യോഗികമായി വിവാഹബന്ധം ഏർപ്പെടുത്തിയത്. 5 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. ഇവർക്ക് 4 വയസ്സുകാരനായ മകനുമുണ്ട്. വിവാഹമോചനത്തിന് ശേഷം മാനസികമായി ഏറെ തളർന്നിരുന്നുവെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ മുന്നോട്ടു പോകാനാണ് രേഷ്മ ശ്രമിച്ചതെന്ന് പിതാവ് പറയുന്നു. ജോലി സംബന്ധമായ സൗകര്യത്തിനായാണ് കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചൂരി ഭാഗത്ത് വാടക ക്വാർട്ടേഴ്സിൽ സുഹൃത്തിനൊപ്പമായിരുന്നു രേഷ്മ താമസിച്ചിരുന്നത്. സുഹൃത്തുമായുള്ള തർക്കമാണ് ആത്മഹത്യയിൽ കലാശിച്ചതെന്നും സൂചനയുണ്ട്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.